മഹാരാഷ്ട്രയിലെ വമ്പൻ വിജയത്തിന് ശേഷം അവിടെ മഹായുതി സഖ്യം അധികാരത്തിൽ വന്നതിന് ശേഷം MVAക്ക് കനത്ത തിരിച്ചടിയാണ് അവിടെ ലഭിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇനി അവിടെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതായത് അവിടുത്തെ മുനിസിപ്പൽ സ്ഥാപനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ ഈ പറയുന്ന തലത്തിൽ BJP സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോവുകയാണ് എന്ന വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മുനിസിപ്പൽ സ്ഥാപനങ്ങളിൽ OBC കോട്ട ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഈ മാസം അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് വിധി പ്രതീക്ഷിക്കുന്ന മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിലെ എല്ലാ സിവിൽ സ്ഥാപനങ്ങളിലേക്ക് മെയ് മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ BJP പ്രവർത്തകരോട് ആഹ്വാനവും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഫട്നാവിസ് പറഞ്ഞെങ്കിലും മഹായുതി പങ്കാളികൾക്കെതിരെ പ്രതികൂല പരാമർശങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം എല്ലാ മന്ത്രിമാരോടും ഓഫീസ് ഭാരവാഹികളോടും കർശനമായി പറഞ്ഞുവെന്ന് പാർട്ടിയുടെ സംസ്ഥാന കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു BJP MLA പറഞ്ഞിരിക്കുകയാണ്. BJP ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രതിപക്ഷ സഖ്യമായ MVAക്കിടയിൽ അതിൻ്റെ പരാജയത്തിൽ കുറ്റപ്പെടുത്തൽ ആരംഭിച്ചിരുന്നു. ശിവസേന UBT രാജ്യസഭാംഗം സഞ്ജയ് റൌട്ട് തൻ്റെ പാർട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വെവ്വേറെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇത് കോൺഗ്രസിനെയും NCPയെയും ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ മഹായുതി രൂപീകരിച്ചത് വലിയ താൽപ്പര്യത്തോടെയാണെന്നും പാർട്ടി സ്വതന്ത്രമായി മത്സരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും NCP ശിവസേന പ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തേണ്ടതുണ്ടെന്നും BJP നേതാക്കൾ ഭാരവാഹികളോട് പറഞ്ഞതായി MLA പറഞ്ഞു. പാർലമെന്റിനും സംസ്ഥാന അസംബ്ലിക്കും ശേഷം മഹാരാഷ്ട്രയിലെ എല്ലാ മുനിസിപ്പൽ സ്ഥാപനങ്ങളിലും ഭരിക്കാൻ പാർട്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ അടുത്തിടെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും 257 മുനിസിപ്പൽ കൗൺസിലുകളിലും 26 ജില്ലാ പരിഷത്തുകളിലും 289 പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ OBC സംവരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ജനുവരി അവസാനത്തോടെ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി പ്രതീക്ഷിക്കുന്നതായി അറിയിച്ച ഫട്നാവിസ് മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ടെന്ന് പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ഏകദേശം 100 ദിവസങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പാർട്ടിയുടെ കൺവെൻഷനിൽ പങ്കെടുത്ത മറ്റൊരു BJP രാഷ്ട്രീയക്കാരൻ പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ അഭാവത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണാധികാരികളാണ് നടത്തുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ MVA ആയാലും മഹായുതി സഖ്യമായാലും വെവ്വേറെ മത്സരിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൽ MVA സഖ്യം, ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യം, അവർക്കിടയിൽ പലതരത്തിലുള്ള ഭിന്നതകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ മഹായുതി സഖ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും, ഭരണപക്ഷമായിട്ടുള്ള മഹായുതി സഖ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞത് അടിസ്ഥാനത്തിലാണെങ്കിൽ അവർക്കിടയിൽ ഒരു ധാരണ എത്തിയതിന് ശേഷമാണ് അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് മഹായുതി രൂപീകരിച്ചത് വലിയ താല്പര്യത്തോടെയാണെന്നും പാർട്ടി സ്വതന്ത്രമായി മത്സരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും NCP ശിവസേന പ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തേണ്ടതുണ്ടെന്നും BJP നേതാക്കൾ ഭാരവാഹികളോട് പറഞ്ഞതായി തന്നെയാണ് ഇപ്പോൾ BJPയിലെ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഒരു നേട്ടമാണ് അവിടെ സീറ്റിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലായാൽ പോലും BJP ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആ സീറ്റുകൾ പരമാവധി നേടിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സഖ്യമില്ലാതെ ഒറ്റ
ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങാനായിട്ടുള്ള സാധ്യത, അങ്ങനെ സംഭവിച്ചാലും അത് BJPക്ക് വലിയൊരു നേട്ടമായി മാറുന്ന ഒരു കാര്യമായിട്ട് മഹാരാഷ്ട്രയിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.